കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ വിപുലീകരിച്ച ഡയാലിസിസ് യൂണിറ്റ്, RO പ്ലാന്റ്, നഴ്സിംഗ് റൂം, ഐസൊലേഷൻ റൂം എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. നവമാറ്റുലി കുട്ടി ലൈബ്രറിയുടെ കുഞ്ഞു വായനയും വർത്തമാനവും പദ്ധതിയുടെ ഭാഗമായി ഒരു മാസം ഒരു പുസ്തകം 100 കുട്ടികൾ എന്ന പരിപാടിക്ക് പൂലാനിയിൽ തുടക്കമായി. മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് വായിപ്പിക്കലാണ് ലക്ഷ്യം. കോട്ടപ്പുറം കടവിൽ നിന്നും മാള വരെ നടത്തിയ മാരത്തോൺ ഓട്ടം ശ്രദ്ധേയമായി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. LDF സർക്കാർ ആരോഗ്യ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് നടത്തിയതെന്നും കിഫ്ബി വഴി ഒട്ടനവധി നിർമ്മാണ പ്രവൃത്തികളാണ് നടപ്പാക്കിയതെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ 60 ലക്ഷം രൂപ ചെലവിൽ പുതിയതായി വിപുലീകരിച്ച ഡയാലിസിസ് യൂണിറ്റ്, RO പ്ലാന്റ്, നഴ്സിംഗ് റൂം, ഐസൊലേഷൻ റൂം എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ വൃക്ക രോഗികൾ നമ്മുടെ സമൂഹത്തിലേറെ സങ്കടങ്ങളും നിവൃത്തികേടുകളും ഏറ്റുവാങ്ങുന്നവരാണ്. ഡയാലിസിസ് ആരംഭിച്ചാൽ അത് തുടർച്ചയായി കൊണ്ടുപോകേണ്ടതാണ്. വലിയ വില കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്യേണ്ടതായി വരുന്നത്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ സാമ്പത്തികമായി പിന്നിലയിലുള്ള കുടുംബങ്ങളിലാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. ഇന്നസെന്റ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഡയാലിസിസ് കേന്ദ്രത്തിൽ 10 ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തീരദേശ പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ കൂടുതൽ വൃക്ക രോഗികൾ വന്നു ചേരുന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്ന് നഗരസഭ വേവലാതിപ്പെട്ടിരുന്ന സന്ദർഭത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ RK ബേബിയുടെ ആയുരാരോഗ്യ സൗഖ്യം പദ്ധതി പ്രകാരം പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ് 35 ലക്ഷം രൂപയും സീഷോർ ഗ്രൂപ്പ് MD സീഷോർ മുഹമ്മദ് അലി 20 ലക്ഷം രൂപയും നഗരസഭയുടെ വിഹിതവും ചേർത്താണ് പദ്ധതി നടപ്പാക്കിയത്. ഇതോടുകൂടി പ്രതിദിനം 30 പേർക്ക് ഡയാലിസിസ് സൗജന്യമായി നൽകാൻ കഴിയും. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ TK ഗീത, RK ബേബി, അശോകൻ തറയിൽ, ES അബ്ബാസ്, ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ഷീല പണിക്കശ്ശേരി, KR ജൈത്രൻ, DMO ഡോക്ടർ TP ശ്രീദേവി, സൂപ്രണ്ട് ഡോക്ടർ ലത, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളിൽ പുസ്തക വായനയും ആസ്വാദനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നവമാറ്റുലി കുട്ടി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കുഞ്ഞു വായനയും വർത്തമാനവും പദ്ധതിയുടെ ഭാഗമായി ഒരു മാസം ഒരു പുസ്തകം 100 കുട്ടികൾ എന്ന പരിപാടിക്ക് പൂലാനിയിൽ തുടക്കമായി. മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് വായിപ്പിക്കലാണ് ലക്ഷ്യം. പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ MG ബാബു നിർവഹിച്ചു. ലൈബ്രറി രക്ഷാധികാരി TS മനോജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM ഗായത്രി, പ്രസിഡന്റ് ജിഷ്ണു അനൂപ്, ഗൗരിപ്രിയ S മേനോൻ, അദ്രിത K മോഹനൻ, KS സൂര്യദേവ് എന്നിവർ സംസാരിച്ചു. നമുക്ക് അവിടെ ജനിക്കാൻ കഴിയാറുണ്ടോ? നമുക്ക് അവിടെ ജനിക്കാൻ കഴിയാറില്ല. നമ്മൾ ഇവിടെയാണ് ജനിച്ചത്. നമ്മളറിയാത്ത ഒരുപാട് ദേശങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സമൂഹങ്ങളുണ്ട്. ആ സമൂഹത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് ഈ പുസ്തകങ്ങളിലൂടെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2000 എത്രയിലാണ്? 107 കുട്ടികളാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. ലൈബ്രറിയിൽ എത്താൻ പ്രയാസമുള്ള കുട്ടികൾക്ക് വീടുകളിൽ പുസ്തകം എത്തിച്ചു നൽകും. തൃശൂരിൽ 2026 ജനുവരി 7 മുതൽ 11 വരെ നടക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനപങ്കാളിത്തത്തോടുകൂടി കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആണ് ഈ കലോത്സവം തൃശ്ശൂരിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളത്. ഓരോ വർഷവും കലോത്സവം കഴിയുമ്പോൾ അതിന്റെ പകിട്ട് കൂടുകയാണ്, അതിന്റെ സംഘാടക മികവ് കൂടുകയാണ്.
കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും നല്ല കലോത്സവമായി നടത്താൻ വേണ്ടി അത് കഴിഞ്ഞു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ്, ജനങ്ങളുടെ ഒരു നേതൃത്വമാണ്. ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യം നടത്തിയപ്പോൾ പരാതിരഹിത കലോത്സവമായി നടത്താൻ വേണ്ടി കഴിഞ്ഞു. ഇപ്രാവശ്യവും തൃശ്ശൂര് ഞങ്ങളുടെ ലക്ഷ്യം ജനപങ്കാളിത്തത്തോടുകൂടി പരാതിരഹിതമായിട്ടുള്ള ഒരു കലോത്സവം നടത്തുക എന്നുള്ളതാണ്. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മാള റോട്ടറി ക്ലബ്, എൻഡുറൻസ് അത്ലറ്റ്സ് തൃശൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം കടവിൽ നിന്നും മാള വരെ 10 കിലോമീറ്റർ മാരത്തോൺ ഓട്ടം നടത്തി. കോട്ടപ്പുറം കടവിലെ മുസരീസ് പൈതൃക പാർക്കിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ MLA VR സുനിൽകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. വാർഡ് കൗൺസിലർ LC പോൾ സംസാരിച്ചു. രാസലഹരി ഉപയോഗത്തിനെതിരെയും മാളയുടെ സമീപ പ്രദേശങ്ങളിലുള്ള നീർച്ചാലുകളുടെയും കണ്ടൽക്കാടുകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക, ദൈനംദിന വ്യായാമത്തിലൂടെ മികച്ച ആരോഗ്യം സ്വന്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടൊപ്പം 2026 ജനുവരിയിൽ തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിന്റെ പ്രചരണം എന്നിവയായിരുന്നു കൂട്ടയോട്ടത്തിന്റെ ലക്ഷ്യങ്ങൾ. കോട്ടപ്പുറം കടവിലെ മുസ്രിസ് പൈതൃക പാർക്കിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ VR സുനിൽകുമാർ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നേതൃത്വം നൽകി. എൻട്രൻസ് ക്ലബ് തൃശൂരിന്റെ അംഗങ്ങളും എക്സൈസ്, പോലീസ്, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും റോട്ടറി ക്ലബ് അംഗങ്ങളും നാട്ടുകാരും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. 10 കിലോമീറ്റർ മാരത്തോൺ ഓട്ടം 9 മണിയോടെ മാള ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. മാള റോട്ടറി ക്ലബ് പ്രസിഡന്റ് അലോഷ്യസ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. കൂട്ടയോട്ടത്തിന്റെ ലക്ഷ്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് തൃശൂർ ജില്ലാ കളക്ടർ മുഖ്യപ്രഭാഷണം നടത്തി. കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഈ റണ്ണ് നടത്തിയിട്ടുള്ളത്. നല്ലൊരു റണ്ണായിരുന്നു. നമ്മുടെ കോട്ടപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് മാളയിൽ സിനഗോഗിന്റെ അടുത്ത് തന്നെ നമുക്ക് അവസാനിപ്പിച്ച് നല്ല കാലാവസ്ഥയായിരുന്നു. വരുന്ന വഴിയും നല്ല ഭംഗിയുള്ള വഴിയായിരുന്നു. എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാ റണ്ണേഴ്സിനും സമ്മാനിച്ചത്. കൂടാതെ ഈ മാള, കോട്ടപ്പുറം, കൊടുങ്ങല്ലൂരൊക്കെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോഴും അല്ലാതെ ഈ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓടാൻ സാധിച്ചു. മാരത്തോണിൽ പങ്കെടുത്ത എല്ലാ അത്ലറ്റുകൾക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. യോഗത്തിൽ മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, റോട്ടറി ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ ഡേവിഡ് കോനേരു പറമ്പൻ, GGM തമ്പി വർഗീസ് എന്നിവർ സംസാരിച്ചു. മാള ക്ലബ് മുൻ പ്രസിഡന്റ് പോൾ പാറയിൽ ഉപഹാരം നൽകി. എൻട്രൻസ് തൃശൂർ സെക്രട്ടറി റീമോൻ ആന്റണി, റോട്ടറി ക്ലബ് സെക്രട്ടറി സെബാസ്റ്റ്യൻ ഉക്കൻ, ജോഷി പെരേപ്പാടൻ, തോമസ് ചെലക്കുടം, സേവ്യർ കല്ലറക്കൽ, തോമസ് കൈതാരൻ, ഡോക്ടർ ഗിരീഷ് മോഹനൻ, ജോർജ് പള്ളിപ്പാട്ട്, സണ്ണി പാറേക്കാട്, പോളി കണ്ണങ്ങാത്ത് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, മാള. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. ടെലിവിഷന്റെയും ഡിജിറ്റൽ സിനിമകളുടെയും കാലത്ത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനുണ്ടായ സ്തംഭനാവസ്ഥയെ മറികടക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ടെന്ന് പ്രമുഖ ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ CS വെങ്കിടേശ്വരൻ അഭിപ്രായപ്പെട്ടു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റിയുടെ പ്രതിമാസ സിനിമാ പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നവമലയാള സിനിമയുടെ ദിശാപരിണാമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 90-കൾ തുടങ്ങി 2000 ശേഷം സംഭവിച്ച ഒരു ഡിജിറ്റൽ യുഗത്തിന്റെ കടന്നുവരവാണ്. അത് ടെലിവിഷൻ കടന്നു. ടെലിവിഷനുകളെ വലിയ രീതിയിൽ നമ്മുടെ സിനിമ കാണാൻ ശീലങ്ങൾ മാറ്റുകയും തിയേറ്ററുകളുടെ എണ്ണം കുറയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭമാണ്. സിനിമ വ്യവസായത്തിൽ സിനിമ എന്ന് പറയുന്ന ഒരു കാഴ്ചാലോകത്തെയും അതിൻ്റെ പ്രദർശനത്തെയും എല്ലാം സ്വാധീനിച്ച ഒരു സംഭവമായിട്ട് ടെലിവിഷൻ്റെ കടന്നത്. ടെലിവിഷനോടെ ആൾക്കാർ വീടുകളിലേക്ക് പോയി സിനിമയുടെ രൂപം മാറി. ഒരു ഞാൻ വളരെ ചുരുക്കപ്പെടുന്ന സിനിമ കാണുകയും ടെലിവിഷൻ പെണ്ണാവുകയും ചെയ്തൊരവസ്ഥയുണ്ടായി. അന്ന് ഫിലിം സൊസൈറ്റികൾക്കും വലിയ രീതിയിൽ ആദ്യത്തെ ഒരു അടി എന്ന് പറയാവുന്നത് വലിയ ആഘാതം സംഭവിക്കുന്നത് ടെലിവിഷൻ വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ അതുവരെ വളരെ സജീവമായി നടന്നിരുന്ന ഒട്ടേറെ ഫിലിം സൊസൈറ്റികൾ നിന്നുപോയി. പിന്നെ പലപ്പോഴും പല സിനിമകളും ഈവൻ വളരെ പ്രശസ്തമായിട്ടുള്ള അവാർഡുകൾ കിട്ടുന്ന ചിത്രങ്ങൾ പോലും ദൂരദർശനിലൊക്കെ കാണിച്ചിരുന്നു. രാത്രിയൊക്കെ നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് അവാർഡ് സിനിമകൾക്ക് ഒരു സ്ലോട്ട് എല്ലാ ഞായറാഴ്ചയും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് US അജയ്കുമാർ അധ്യക്ഷനായി. സെക്രട്ടറി VP ഗൗതം, ജോയിന്റ് സെക്രട്ടറി വിൽസൺ ആന്റണി എന്നിവർ സംസാരിച്ചു.
തുടർന്ന് കൃഷാന്ത് സംവിധാനം ചെയ്ത സിനിമ സംഘർഷഘടന പ്രദർശിപ്പിച്ചു. സിനിമയുടെ സൗണ്ട് ഡിസൈനർ പ്രശാന്ത് പി മേനോനും മറ്റണിയറ പ്രവർത്തകരുമായുള്ള സംവാദത്തിൽ KS റാഫി, കരീം കെ പുറം, ഡോക്ടർ BP ജിഷ്ണു, സുബാമണി എന്നിവർ പങ്കെടുത്തു. റോഡിൽ കേടായി കിടന്ന വാഹനം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറാണ് തകർത്തത്. വെള്ളിയാഴ്ച വൈകിട്ടോടെ ആക്സിലൊടിഞ്ഞ വാഹനം മലക്കപ്പാറ റോഡിൽ വാച്ചുമരത്തിന് സമീപം ആനമുക്കിൽ ഒതുക്കിയിട്ട് വാഹനത്തിലുണ്ടായിരുന്നവർ മെക്കാനിക്കിനെ അന്വേഷിച്ചു പോയി. എന്നാൽ മെക്കാനിക്കിനെ കണ്ടെത്താൻ കഴിയാഞ്ഞതിനെ തുടർന്ന് ഇവർ പുളിയിലപ്പാറയിൽ തങ്ങി. ശനിയാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് കാട്ടാന വാഹനം തകർത്ത നിലയിൽ കണ്ടത്. വലതുഭാഗത്ത് പാർക്ക് ചെയ്ത വാഹനം കാട്ടാനക്കൂട്ടം ഇടതുഭാഗത്തേക്ക് നീക്കിയിട്ടു നിലയിലായിരുന്നു. വാഹനം പൂർണ്ണമായും നശിച്ച നിലയിലാണ്. സംഭവ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ വനം വകുപ്പിന്റെ ഓഫീസ് ഉണ്ടായിട്ടും ഇവിടെ വിവരമറിയിക്കാൻ വാഹനത്തിലുണ്ടായിരുന്നവർ തയ്യാറാകാത്തതാണ് പ്രശ്നത്തിന് കാരണമായത്. കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതാണ് വിനയായി മാറിയത്. മാള പഞ്ചായത്തിന്റെ ഭരണനിർവഹണത്തിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മാള ടൗണിൽ നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ മാള എന്ന് പറയുന്ന പ്രദേശം ഇന്ന് ഈ നാട് അർഹിക്കുന്ന രീതിയിലുള്ള വികസനത്തിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി മാളയിലെ വികസന പ്രവർത്തനങ്ങൾ ഏറെ താറുമാറായി കിടക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം പോരായ്മയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് ഇടതുമുന്നണിയുടെ പോരായ്മയാണ്. കാരണം ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ പഞ്ചായത്ത് ഭരണസമിതി ഇടതുമുന്നണിയുടെ കൈകളിലാണ് എന്നുള്ളതും കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഇടതുപക്ഷ MLA ആണ് എന്നുള്ളതും ഇവിടെ പ്രത്യേകമായി പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. മാളയിൽ നമുക്കറിയാം, തൊട്ടപ്പുറത്തേക്ക് കടന്നുപോയ ഒരു KSRTC സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ അതിന് ആ സൗകര്യങ്ങൾ മാത്രം മതി. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്നതാണ്. കാലക്രമങ്ങൾ പുരോഗമിക്കുന്നതനുസരിച്ച് അതിന് വേണ്ടുന്ന വികസനങ്ങളൊന്നും തന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. A അഷ്റഫ്, ഹക്കീം ഇക്ബാൽ, സന്തോഷ് അത്തപ്പള്ളി, ജോഷി കാഞ്ഞുത്തറ, ജോയ് മണ്ഡകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട മെർച്ചന്റ് അസോസിയേഷൻ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പല മതസാരവും ഏകമെന്ന് പാരാതുലകിലൊരു ആനയിലെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിട്ട്. എന്താ അർത്ഥം അറിയോ? പല മതസാരവും ഏകം. ഞങ്ങളുടെ മതമാണ് വലുതെന്നും ഞങ്ങളുടെ മതമാണ് ഈശ്വരന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്ന ആളുകളെ പാമരത്വം അല്ലെങ്കിൽ അത്വരെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനകത്തൊരു പ്രത്യേകത എന്താ പറയുക? ഈ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത സ്നേഹമാണ്. എന്നെ പോലെ എന്ത് വേണം? എന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. മുസ്ലിം സഹോദരന്മാരുടെ പ്രത്യേകത എന്താണ്? ആ പ്രത്യേകത സാഹോദര്യമാണ്. പറഞ്ഞതെന്നറിയോ? സ്നേഹമില്ലാതെ സാഹോദര്യവും സാഹോദര്യമില്ലാതെ സ്നേഹവും നിലനിൽക്കുകയില്ല. ഹിന്ദുമതത്തിന്റെ സമ്പൂർണത സ്നേഹവും സാഹോദര്യവുമില്ലാതെ ഹിന്ദുമതത്തിന്റെ സമ്പൂർണത നിലനിൽക്കുമോ? അപ്പൊ ഇന്റർ ഡിപ്പെൻഡന്റ്, പരസ്പര പൂരകമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ മതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പല മതസാരവും ഏകമാണ്. അത് തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും സമ്മോഹനമായിട്ടുള്ള സന്ദേശവും നമ്മുടെ പൂക്കൾ നമുക്ക് നൽകുന്ന വിഷ്വലൈസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചെമ്പലക്കാട് അധ്യക്ഷത വഹിച്ചു. KT ഡേവിസ് സംസാരിച്ചു. ചടങ്ങിൽ വികസന സദ്ഭാവന പുരസ്കാരം ലഭിച്ച അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, സബ് ഇൻസ്പെക്ടർമാരായ KB തമ്പി, KA ജോയ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ VJ ജിജോ, PN ഷീബ, സിനിമാ താരം അഞ്ജലി സത്യനാഥ്, MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഷഹീന നവാസ്, മാധ്യമപ്രവർത്തകൻ KN വേണു, BTech ഇലക്ട്രോണിക് മികച്ച വിജയം നേടിയ അഞ്ജിത എന്നിവരെ ആദരിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു.
വിദ്യാലയ മാതൃസമിതി സെക്രട്ടറി വിഭ ഗിരീഷ് കുമാർ ദീപപ്രജ്വാലനം നിർവഹിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ മാതൃപൂജ സന്ദേശം നൽകി. യോഗാചാര്യൻ ബേബിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിദ്യാലയത്തിലെ മാനേജർ TK സതീഷ്, അധ്യാപിക രാധിക MR എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭജന, വ്യക്തിഗീതം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ മികച്ച പ്രിൻസിപ്പാൾ അവാർഡ് നേടിയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ റോഷൻ P. നായർക്ക് മാതൃസമിതി ക്ഷേമസമിതി കമ്മിറ്റി അംഗങ്ങൾ ആദരവ് നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ഒത്തുചേരലിനുമാണ് ശലഭോത്സവം സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹദത്ത്, സുജ ശിവരാമൻ, സന്ധ്യ സുനിൽ, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, ICDS സൂപ്പർവൈസർ DH ദീപ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. 1,14,000 രൂപ വില വരുന്ന 3 ചക്ര വാഹനങ്ങൾ 4 പേർക്കാണ് നൽകിയത്. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. VS ദിനൽ അധ്യക്ഷത വഹിച്ചു. KS കൈസാബ്, ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, KR ജൈത്രൻ, TS സജീവൻ, മുനിസിപ്പൽ സെക്രട്ടറി മനോജ്, സിനി സജിത്ത് എന്നിവർ പ്രസംഗിച്ചു. കേരള പുലയൻ മഹാസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KP പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KK കിഷോർ അധ്യക്ഷത വഹിച്ചു. PP അനിൽകുമാർ, KK സഹജൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ BK അരുൺകുമാർ, VK സുരേന്ദ്രൻ മാസ്റ്റർ, MK സുബ്രഹ്മണ്യൻ, നമിത KS, സാവിത്രി വിശ്വംഭരൻ, ആദിത്യ കൃഷ്ണ എന്നിവരെ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ വിപുലീകരിച്ച ഡയാലിസിസ് യൂണിറ്റ്, RO പ്ലാന്റ്, നഴ്സിംഗ് റൂം, ഐസൊലേഷൻ റൂം എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. നവമാറ്റുലി കുട്ടി ലൈബ്രറിയുടെ കുഞ്ഞു വായനയും വർത്തമാനവും പദ്ധതിയുടെ ഭാഗമായി 1 മാസം 1 പുസ്തകം 100 കുട്ടികൾ എന്ന പരിപാടിക്ക് പൂലാനിയിൽ തുടക്കമായി. മാസത്തിൽ 1 പുസ്തകമെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് വായിപ്പിക്കലാണ് ലക്ഷ്യം. കോട്ടപ്പുറം കടവിൽ നിന്നും മാള വരെ നടത്തിയ മാരത്തോൺ ഓട്ടം ശ്രദ്ധേയമായി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.